സ്വാന്തന സാജു ചേരുന്നുണ്ട്. സ്വാന്തന, ഡ്രൈവറിന്റെ മൊഴി അനുസരിച്ച് എങ്ങനെയാണ് അപകടമുണ്ടായതെന്നാണ് മനസ്സിലാക്കുന്നത്? ധന്യ, ഇപ്പോൾ ഇന്നലെ രാത്രി 10:15 കൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. നെടുമങ്ങാട് വെമ്പായം റോഡിലായിരുന്നു ഈ അപകടം ഉണ്ടായത്. ഈ അപകടത്തിൽ ഒരാൾ മരിക്കുകയും ചെയ്തിരുന്നു. ഈ സംഭവത്തിലാണ് ഇപ്പോൾ ഒറ്റശേഖരമംഗലം സ്വദേശിയായ ഡ്രൈവർ അരുൺ ദാസിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഇന്നലെ തന്നെ ഈ സംഭവം നടക്കുന്ന സമയത്ത് ഇയാൾ അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു എന്നുള്ള ഒരു വാർത്ത പുറത്തു വന്നിരുന്നതാണ്. പക്ഷേ അത് സ്ഥിരീകരിക്കാൻ പോലീസിന് ആ സമയത്ത് സാധിച്ചിരുന്നില്ല. കാരണം ഏതാണ്ട് 49 ആളുകൾ വാഹനത്തിലുണ്ടായിരുന്നു. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ചില പ്രദേശവാസികളാണ് ഡ്രൈവർ ഇത്തരത്തിൽ ഓടി രക്ഷപ്പെട്ടു എന്നുള്ള ഒരു കാര്യം ആദ്യം പോലീസിനോട് വ്യക്തമാക്കിയിരുന്നത്. പക്ഷേ അല്പസമയത്തിനകം തന്നെ ഇയാൾ തിരുവനന്തപുരത്ത് വെഞ്ഞാറപ്പൂടുള്ള ഗോകുലം മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയെന്നൊരു വാർത്തയും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസിന് ഈ പറയുന്ന ഡ്രൈവർ തന്നെയാണോ, ഈ വാഹനത്തിന്റെ ഡ്രൈവർ തന്നെയാണോ ഈ ഇത്തരത്തിൽ ഓടി രക്ഷപ്പെട്ടത്, അല്ലെങ്കിൽ അത് മറ്റേതെങ്കിലും തലത്തിലാരെങ്കിലും പറഞ്ഞ ഒരു കാര്യമാണോ എന്നുള്ള കാര്യമൊന്നും ആദ്യ മണിക്കൂറിൽ പോലീസിന് ഒരു വ്യക്തത ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ഈ ആളുകളെ എല്ലാം ആശുപത്രിയിലേക്ക് മാറ്റി എല്ലാവരുടെയും കാര്യം സ്റ്റേബിൾ ആണ് എന്ന് മനസ്സിലാക്കിയ ശേഷമാണ് പോലീസ് ഡ്രൈവറിലേക്ക് എത്താനുള്ള ഒരു ശ്രമം നടത്തിയത്. അതിനുശേഷമാണ് ഇന്നലെ രാത്രി ഡ്രൈവറിനായുള്ള തെരച്ചിലൊക്കെ തന്നെ നടന്നത്. പിന്നാലെയാണ് ഇയാളെ 34-കാരനാണ് ഈ ഒറ്റശേഖരമംഗലം സ്വദേശിയായ അരുൾദാസ്, ഇയാളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഇയാൾ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വാഹനം അമിത വേഗത്തിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ അമിത വേഗത്തിൽ വന്ന സമയത്ത് പെട്ടെന്ന് വണ്ടി തിരിക്കാൻ നോക്കിയപ്പോഴാണ് അപകടം ഉണ്ടായത് എന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ഡ്രൈവർ പോലീസിനോട് വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രവുമല്ല, ഇത്രയും വലിയൊരു അപകടം ഉണ്ടായപ്പോൾ ഈ തീർച്ചയായിട്ടും നമുക്കുണ്ടാകുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് ഡ്രൈവർ മദ്യപിച്ചിട്ടുണ്ടായിരുന്നോ തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ തന്നെ ഉയരാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷേ പ്രാഥമികമായി ഇപ്പോൾ ലഭിക്കുന്ന വിവരപ്രകാരം ഈ ഡ്രൈവർ അരുൾദാസ് മദ്യപിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അത് മാത്രവുമല്ല, ഇയാൾക്ക് ചെറിയ രീതിയിൽ പരിക്കേറ്റിട്ടുണ്ട്. ഇയാളുടെ കണ്ണിനാണ് പരിക്കേറ്റിരുന്നത്. ഇയാൾ കാട്ടാക്കടയിലുള്ള വിശദാംശങ്ങൾ നൽകിയത്.